സമ്പത്ത് എന്നത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വളരെ വലിയ അനുഗ്രഹമാണ്. പക്ഷേ അത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വവുമാണ്. അതുകൊണ്ട് തന്നെ സമ്പത്തിനെ ഏറ്റവും ശരിയായ നിലക്ക് കൈകാര്യം ചെയ്യണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. ഈ ദുനിയാവിലെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് അൽ മാൽ, സമ്പത്ത്, ധനം. അതേ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ സമ്പത്തിനെ വളരെ ബുദ്ധിപൂർവം നിങ്ങൾ കൈകാര്യം ചെയ്യണം. സൂറത്തുൻ നിസായിൽ കാണാം, വലാ തുഅ്തുസ് സുഫഹാഅ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ധനം, പണം, അത് നിങ്ങൾ വിഡ്ഢികളെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? പണം കൈകാര്യം ചെയ്യേണ്ടത് ബുദ്ധിപൂർവമാണ്, അതിൽ വിഡ്ഢിത്തം പാടില്ല എന്നർത്ഥം. അപ്പോൾ ബുദ്ധിപൂർവമാണ് ധനം കൈകാര്യം ചെയ്യേണ്ടത്. ഏതൊക്കെ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്? അതിൽ ഒന്നാമത്തത്, ധനം സമ്പാദിക്കുന്ന മാർഗം ഹലാലായിരിക്കണം. പണം നിലനിൽക്കണമെങ്കിലും അതിൽ ബറക്കത്തുണ്ടാവണമെങ്കിലും ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചാൽ മാത്രമേ അതിൽ ഖൈറുണ്ടാവുകയുള്ളൂ. യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ. മനുഷ്യരെ, ഭൂമിയിൽ നിന്ന് ഹലാലായതായിരിക്കണം നിങ്ങൾ ഭക്ഷിക്കേണ്ടത്, നല്ലതായിരിക്കണം നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. ഹറാമിൻ്റെ മാർഗത്തിലൂടെ ഒരിക്കലും സമ്പാദിക്കരുത്. അതിന് ഒരിക്കലും നിലനിൽപ്പുണ്ടാവുകയില്ല, അതിന് സ്ഥായീ ഭാവമുണ്ടാവുകയില്ല. രണ്ടാമത്തത്, അത് ചെലവഴിക്കേണ്ടതും ഹലാലായ മാർഗത്തിലായിരിക്കണം. ഹറാമായ മാർഗത്തിൽ പണം ചെലവഴിച്ചാൽ ആ ധനത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ശരി, ഹറാമായ വഴിക്കാണ് പണം ചെലവഴിക്കുന്നതെങ്കിൽ അതിൽ ബറക്കത്തുണ്ടാവുകയില്ല. എന്നാൽ വളരെ കുറഞ്ഞ പണം മാത്രമുള്ള ഒരു ഫക്കീറാകട്ടെ, ഹലാലായ മാർഗത്തിലാണ് അയാൾ ധനം ചെലവഴിക്കുന്നതെങ്കിൽ അതിൽ ധന്യതയുണ്ടാകും, ബറക്കത്തുണ്ടാകും. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചോദിക്കുന്ന ശ്രദ്ധേയമായ ചോദ്യങ്ങളിൽ ഒന്ന് വഅൻ മാലിഹി, അവൻ്റെ ധനത്തെ സംബന്ധിച്ചാണ്. മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്നാണ് നിനക്കത് കിട്ടിയത്? വഫീമ അൻഫഖഹു, എവിടെയാണത് ചെലവഴിച്ചത്? ഇത് രണ്ടും ചോദിക്കും. എവിടെ നിന്ന് കിട്ടിയെന്നും ചോദിക്കും, ഏത് മാർഗത്തിലാണത് ചെലവഴിച്ചത് എന്നും ചോദിക്കും. അതുകൊണ്ട് തന്നെ അത് വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെലവഴിക്കേണ്ടുന്ന മാർഗങ്ങളിലൊക്കെ അത് ചെലവഴിക്കണം. ഒരിക്കലും അതിൽ പിശുക്ക് പാടില്ല. പിശുക്കുള്ള ആളുകൾക്ക് ബറക്കത്തുണ്ടാവുകയില്ല, എത്ര പണമുള്ള ആളാണെങ്കിലും ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ അതവർക്ക് ഖൈറാണ് എന്നവർ ഒരിക്കലും വിചാരിക്കരുത്, അതവർക്ക് ഷർറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ പിശുക്ക് പാടില്ല. അതേ സമയത്ത് ദൂർത്തടിക്കാനും പാടില്ല. വലാ തുബദ്ദിറു തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. നിങ്ങൾ പണം ദൂർത്തടിക്കരുത്, അഥവാ അനാവശ്യത്തിലും ഹറാമായ മാർഗത്തിലും ചെലവഴിക്കരുത്. അത് പിശാചിൻ്റെ മിത്രങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ ഒരു മാർഗം പറഞ്ഞു തന്നു. എന്താണത്? വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. അള്ളാഹു അവർക്ക് നൽകിയ ധനം അവർ ദൂർത്തടിക്കുകയുമില്ല, പിശുക്ക് കാണിക്കുകയുമില്ല. രണ്ടിൻ്റെയും ഇടക്കുള്ള ഒരു മധ്യമ നിലപാടാണ് അവർ സ്വീകരിക്കുക. അപ്രകാരമായിരിക്കണം ധനത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഉള്ളതിൽ സംതൃപ്തി അടയണം, എങ്കിലേ അതിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിനാ ഫീ കസ്റത്തിൽ മാൽ വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. ഒരുപാട് പണമുണ്ടാവലല്ല ധന്യത എന്ന് പറയുന്നത്, മറിച്ച് അള്ളാഹു നൽകിയതിൽ സംതൃപ്തി അടയുക. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും പലിശയിലേക്കും ഹറാമായ മാർഗങ്ങളിലേക്കും അനാവശ്യങ്ങൾക്ക് കടം വാങ്ങുന്ന അവസ്ഥയിലേക്കും ആളുകൾ എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖീഫു അൻഫുസകും ബഅദ അംനിഹ. നിങ്ങൾ നിങ്ങളുടെ നിർഭയത്വത്തിന് ശേഷം നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ തന്നെ പേടിപ്പിക്കരുത്. നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ തന്നെ പേടിപ്പിക്കരുത്.
സ്വഹാബത്തിന് അത്ഭുതമായി, ഇതെന്ത് വർത്തമാനമാണ്? വമാ ദാക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, നാം നമ്മെ തന്നെ ഭയപ്പെടുത്തുകയോ? അതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദൈൻ, അത് കടമാണ്. ഒരാൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടും. അത് വളരെ വലിയ ഒരു അപകടമാണ് സാമ്പത്തിക രംഗത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ അലസത കാണിച്ചും മടി കാണിച്ചും ദൂർത്തടിച്ചും സ്വന്തം സ്വത്തും നഷ്ടപ്പെടുത്തരുത്, മക്കളുടെ കാര്യം പരിഗണിക്കാതിരിക്കുകയും ചെയ്യരുത്. മക്കൾക്ക് വേണ്ടി കൂടി കരുതി സമ്പാദിക്കാൻ ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നക അൻ തദഅ വറസതക അഗ്നിയാ ഖൈറും മിൻ അൻ തദഅഹും ആലതൻ യതകഫഫൂന അന്നാസ്. നിന്റെ അനന്തരാവകാശികളെ അഥവാ നിന്റെ മക്കളെ ധന്യരാക്കി വിടലാണ്, അവർക്ക് എന്തെങ്കിലും അവശേഷിപ്പിക്കലാണ്, അവരെ ദരിദ്രന്മാരായി നാട്ടുകാരോട് ചോദിക്കുന്നൊരവസ്ഥ ഉള്ളതിനേക്കാൾ നിനക്ക് ഖൈറ്. അപ്പോൾ നിന്റെ മക്കൾ, നിന്റെ അനന്തരാവകാശികൾ ആളുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാവരുത്. അതുകൊണ്ട് സമ്പത്തിൽ മക്കളെ കൂടി പരിഗണിച്ചുകൊണ്ട് സമ്പാദിക്കുവാനും ദൂർത്തടിച്ച് കളയാതിരിക്കുവാനും അലസതയെല്ലാം വിട്ട് അധ്വാനിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം സമ്പത്തിനെ നാം കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സമ്പത്ത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ജീവിതത്തെ എളുപ്പമുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അത് മനസ്സമാധാനത്തോടുകൂടി നിർവഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് അവർ എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ്. അവർ എനിക്ക് ഭക്ഷണം തരണ്ട, മറിച്ച് അവർക്ക് ഞാൻ ഭക്ഷണം നൽകിക്കൊള്ളാം. അപ്പോൾ ഉപജീവനം അല്ലാഹു നൽകുന്നത് നമ്മൾ അല്ലാഹുവിന് നന്നായി ഇബാദത്ത് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പിൽ നിന്ന് രക്ഷ തേടിയിട്ടുണ്ട്. അല്ലാഹുവെ, വിശക്കുന്ന ഒരവസ്ഥ അത് പ്രയാസകരമാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ രക്ഷ തേടിയിട്ടുണ്ട്. ഒരു നല്ല വീട് ഒരാളുടെ സൗഭാഗ്യമാണ് എന്നാണ്. കാരണം താമസിക്കാൻ ഒരു വീടില്ല, ഉള്ള വീട്ടിൽ തന്നെ സൗകര്യമില്ലെങ്കിൽ ഇബാദത്തിനുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയില്ല. ഒരു നല്ല വാഹനം സൗഭാഗ്യമാണ്, നല്ല ഇണ സൗഭാഗ്യമാണ്, അതെല്ലാം ഉണ്ടാകാം. ജീവിതത്തിൻ്റെ ഖൈറിന് വേണ്ടിയാണത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൽ എളുപ്പമായി തീരുകയും വേണം. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ധനത്തെ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി എളുപ്പമുള്ളതാക്കി തീർക്കാൻ വേണ്ടി ചെലവഴിക്കാവുന്നതാകുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി തബഉത്താബിഈങ്ങളിൽപ്പെട്ട മഹാപണ്ഡിതനാണ് അദ്ദേഹം. പക്ഷേ വലിയൊരു കച്ചവടക്കാരനും നല്ല ധനികനുമായിരുന്നു, വലിയ ധർമ്മിഷ്ഠനുമായിരുന്നു. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭൗതിക വിരക്തി കാണിച്ചുകൂടാ? നിങ്ങളെപ്പോലെയുള്ള ഒരു മഹാപണ്ഡിതൻ എന്തിനാണ് ഇങ്ങനെ സമ്പാദിക്കുന്നത്, കച്ചവടം ചെയ്യുന്നത്? അദ്ദേഹം അതിന് നൽകിയ മറുപടി, ഞാൻ അങ്ങനെ സമ്പാദിക്കുന്നത് ഒന്ന് അൻ അസൂന വജ്ഹി, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വ അക്ഫിയ നഫ്സി, എൻ്റെ നഫ്സിനും കുടുംബത്തിനും ആവശ്യമായത് സമ്പാദിക്കണം. അതിനും പുറമെ വഅൻ അസ്തഈന അലാ ത്വാഅത്തി റബ്ബി, എൻ്റെ റബ്ബിനെ അനുസരിക്കാൻ എൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമായി തീരണം. സമ്പത്ത് അത് അധികരിക്കുമ്പോൾ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ വർദ്ധിക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. എന്നാൽ ചില ആളുകൾ സമ്പാദിക്കുന്നത് സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനപ്പുറത്ത് സമ്പാദിച്ച് നല്ലൊരവസ്ഥ ഉണ്ടായാൽ ധാരാളമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ളൊരു സൗകര്യവും അവസരവും എനിക്കുണ്ടാകുമല്ലോ എന്നാണ്. അത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെലവഴിക്കാൻ പറഞ്ഞ മേഖലകളിലെല്ലാം ചെലവഴിക്കണം. യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖറബീന വൽ യതാമാ വൽ മസാകീൻ വബ്നിസ് സബീൽ വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം.
എന്താണ് ചെലവഴിക്കേണ്ടത് എന്നവർ താങ്കളോട് ചോദിക്കുന്നു. പറയുക, മാതാപിതാക്കൾക്കും ഭാര്യക്കും മക്കൾക്കും അഥവാ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക്, അനാഥകൾക്ക്, പാവപ്പെട്ടവർക്ക്, വഴിപോകുന്നവർക്ക് എല്ലാവർക്കും ചെലവഴിക്കുക. അല്ലദീന യൂൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന് രാവും പകലും ചെലവഴിക്കുക, രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുക. എങ്കിൽ അവർ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല, അവർക്ക് സങ്കടപ്പെടേണ്ടി വരികയില്ല. വമ്പിച്ചതായ പ്രതിഫലം അല്ലാഹു അവർക്ക് ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്രകാരം അല്ലാഹു നൽകിയ ധനത്തെ ധാരാളമായി സക്കാത്തായും സദഖയായും അള്ളാഹുവിൻ്റെ മാർഗങ്ങളിലും ചെലവഴിക്കുക. അപ്രകാരം ധനത്തെ ഒരു അനുഗ്രഹമായി കാണുന്നതോടൊപ്പം അതൊരു വലിയ ഉത്തരവാദിത്തമായി കണ്ട് ബുദ്ധിപൂർവം അതിനെ ഉപയോഗപ്പെടുത്തുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.